നമസ്കാരം, ഫോർട്ടുക്കി ന്യൂസിലേക്ക് സ്വാഗതം. 17C-യിൽ മോദി കുരുങ്ങുമോ? ഇലക്ഷൻ കമ്മീഷൻ എന്ന ഏജൻസിയെക്കുറിച്ചും അതിന്റെ അധികാരത്തെക്കുറിച്ചും അറിഞ്ഞു തുടങ്ങിയത് TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയതിനു ശേഷമാണ്. കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി ഇടപെടലോടെ ഫോം 17C-യെക്കുറിച്ച് ഇന്ത്യയിലെ വോട്ടർമാർ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഫോം 17C? ഓരോ ബൂത്തിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആകെ എത്ര പേർ വോട്ട് ചെയ്തു, എത്ര സ്ത്രീകൾ, എത്ര പുരുഷന്മാർ തുടങ്ങിയ ഡാറ്റകൾ എഴുതി പോളിംഗ് ഓഫീസറും എല്ലാ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാരും ഒപ്പിട്ട് സൂക്ഷിക്കുന്ന കടലാസാണ് ഫോം 17C. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം മുതൽ 17C പ്രയോഗത്തിലുണ്ട്. ഇതിന്റെ കോപ്പിയെല്ലാം ബൂത്ത് ഏജന്റുമാർക്കും നൽകും. എന്തുകൊണ്ടാണ് 17C ഇപ്പോൾ ചർച്ചയാകുന്നത്? ഇപ്പോൾ മാത്രമല്ല, 2019 തെരഞ്ഞെടുപ്പിലും 17C ചർച്ചയായിരുന്നു. വോട്ടിംഗ് മെഷീനിൽ ചെയ്ത വോട്ടുകളും 17C-യിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനർത്ഥം വോട്ട് കയറിയ ശേഷം പെട്ടിയിൽ ആരോ കൈവച്ചിട്ടുണ്ട് എന്നാണ്. 2019 തെരഞ്ഞെടുപ്പിൽ EVM-ലെ വോട്ടുകളും 17C-യിലെ വോട്ടുകളും തമ്മിൽ വ്യത്യാസമുള്ള ആയിരക്കണക്കിന് മണ്ഡലങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. 10,000 വോട്ടിന്റെ വ്യത്യാസങ്ങളുള്ള മണ്ഡലങ്ങൾ പോലും ഉണ്ടായിരുന്നു. മഹുവ മൊയ്ത്ര MP ഈ വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് 2019 സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും അന്നത്തെ കോടതിക്ക് അത് ഇടപെടേണ്ട വിഷയമായി തോന്നിയില്ല. ഇലക്ഷൻ കമ്മീഷനും മറുപടി ഒന്നും പറഞ്ഞില്ല. ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ ഒരു അതിബുദ്ധി കാണിച്ചു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ 17C-യിലെ ഡാറ്റകൾ ശേഖരിച്ച് എത്ര ശതമാനം പോളിംഗ് നടന്നു എന്ന വിവരം പുറത്തുവിടുന്ന പരിപാടി നിർത്തിവെക്കുകയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാത്രം കണക്ക് പുറത്തുവിടുകയും ചെയ്തു തുടങ്ങി. മാത്രമല്ല, ചിലയിടങ്ങളിലെ കണക്കുകൾ കമ്മീഷൻ മാറ്റി പറഞ്ഞു. ആദ്യത്തെ കണക്കും രണ്ടാമത്തെ കണക്കും തമ്മിൽ 5 മുതൽ 10% വരെ വ്യത്യാസം. ശരാശരി 3% വോട്ട് കൂടുതൽ നേടിയാണ് കേരളത്തിലെ ഇരു മുന്നണികളും മാറി മാറി ഭരിക്കുന്നത് എന്നറിയുമ്പോഴാണ് 5% വലിപ്പം മനസ്സിലാവുക. വിഷയം വീണ്ടും സുപ്രീം കോടതിയിലെത്തി. ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇലക്ഷൻ കമ്മീഷനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ കണ്ടതുപോലെ കമ്മീഷൻ ഉരുണ്ടുകളിച്ചു. കണക്ക് അവതരിപ്പിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ഒരാഴ്ച സമയം നൽകി. കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ കണക്ക് കൊടുത്താൽ 2 രീതിയിൽ ആ കണക്ക് പരിശോധിക്കപ്പെടും. ബൂത്ത് ഏജന്റുമാർക്ക് കൊടുത്ത 17C-യിലെ കണക്കും കോടതിയിൽ കൊടുക്കുന്ന 17C-യിലെ കണക്കും വ്യത്യാസമുണ്ടെങ്കിൽ കോടതിയിൽ കൊടുക്കുന്ന കണക്കും EVM-ൽ നിന്ന് കിട്ടുന്ന വോട്ടുകളും വ്യത്യാസമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന് വ്യക്തമാകും. വ്യത്യാസമുള്ള ബൂത്തുകളിൽ റീപോളിംഗ് നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചാൽ മോദിയുടെ ആപ്പീസ് പൂട്ടും. നേരായ വഴിയിലല്ലാതെ അധികാരം നിലനിർത്താൻ മോദി ശ്രമിക്കുമോ എന്ന ചോദ്യത്തിന് ശ്രമിക്കും എന്നാണ് ഉത്തരം. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന രീതി മാറ്റിയത് നോക്കൂ. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെട്ട പാനൽ നിർദ്ദേശിക്കുന്നയാളെ രാഷ്ട്രപതി ഇലക്ഷൻ കമ്മീഷനായി നിയമിക്കുന്ന രീതിയാണ് ഇന്ത്യയിൽ നിലനിന്നു വന്നത്. മോദി പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തി ആ സംവിധാനം മാറ്റി. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്ന നിയമം കൊണ്ടുവന്നു. 3 പേരിൽ ഭൂരിപക്ഷം, അതായത് 2 പേർ തീരുമാനിക്കുന്നയാൾ ഇലക്ഷൻ കമ്മീഷനാകും. 2 പേരിൽ ഒരാൾ മോദിയും ഒരാൾ അയാളുടെ മന്ത്രിസഭയിലെ മന്ത്രിയും. ഫലത്തിൽ ഇലക്ഷൻ കമ്മീഷനെ മോദിയാണ് തീരുമാനിക്കുന്നത്. ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ഇലക്ഷൻ കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. 2027 വരെ സർവീസുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവിയിൽ ഇരിക്കേണ്ട ഗോയൽ രാജിവെക്കാനുള്ള കാരണം ഇന്നും അജ്ഞാതമാണ്. പകരം വന്ന മോദി തീരുമാനിച്ചവരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. 17C ഫോം കോടതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് ആധികാരിക രേഖയല്ല എന്ന് പോലും പറഞ്ഞു കളഞ്ഞു കമ്മീഷൻ. ഇത് ചൂണ്ടിക്കാണിച്ച് കപിൽ സിബൽ കമ്മീഷനെതിരെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 17C-യിലെ കണക്കും കമ്മീഷൻ പുറത്തുവിട്ട കണക്കും തമ്മിൽ 1.25 കോടി വോട്ടിന്റെ വ്യത്യാസമുണ്ടെന്നാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആരോപിച്ചത്. ചന്ദ്രചൂഡ് ഈ വിഷയത്തിൽ കണിശമായ നിലപാടെടുക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. RSS 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അധികാരത്തിൽ ഉണ്ടായിരിക്കണമെന്നത് ബ്രാഹ്മണ രാഷ്ട്രീയത്തിന്റെ ആവശ്യമാണ്. ഹൈക്കോടതി ജസ്റ്റിസ് രാജിവെച്ച് BJP-ക്ക് വേണ്ടി മത്സരിക്കുന്ന കാലമാണ്. ജുഡീഷ്യറി ഉൾപ്പെടെ സകല സംവിധാനങ്ങളിലും ബ്രാഹ്മണ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ പിടിയുറപ്പിച്ചിട്ടുണ്ട്. ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ BJP ഏതറ്റം വരെയും പോകും. 5 ഏക്കർ വിധിയിലെ അംഗമാണ് ചന്ദ്രചൂഡ്. ക്ഷേത്രവും പള്ളിയും നിർമ്മിക്കാനുള്ള വിധി നിലനിൽക്കെ ക്ഷേത്രം മാത്രം നിർമ്മിക്കുകയും പള്ളിക്കുള്ള ഭൂമി തരിശായി കിടക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടും അതിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ബിൽക്കിസ് ബാനുവിന്റെ കേസ് കോടതിക്ക് ശല്യമാണെന്ന് പരസ്യമായി പറഞ്ഞയാളാണ് അദ്ദേഹം. ഹിന്ദു രാജ്യം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന BJP-യെ 17C-യിൽ കുരുക്കുമോ എന്ന് സ്വാഭാവികമായും സംശയം തോന്നും. എന്നാൽ ഇലക്ട്രൽ ബോണ്ടിൽ BJP-യെ കുരുക്കിയതും ഇതേ ചന്ദ്രചൂഡാണ് എന്ന് അറിയുമ്പോഴാണ് കോടതിയുടെ ഇടപെടൽ പ്രവചനാതീതമായി മാറുന്നത്. 17C മോദിക്ക് കുരുക്കാകുമോ? തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ശുദ്ധീകരിക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുമോ? രാജ്യം ഉറ്റുനോക്കുകയാണ്.